അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹുൽ മംദൂഹു ഫിൽ ഖുർആൻ. اللهم فصل عليه وعلى آله وأصحابه الأبرار. أما بعد فيا عباد الله اتقوا الله حق التقوى واجعلوا تقواه نسب أعينكم في السر والعلن. فقد قال الله سبحانه آمرا لكم وتزودوا فإن خير الزاد التقوى വത്തഖൂനി യാ ഉലിൽ അൽബാബ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഏറെ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, പെരുന്നാളിൻ്റെ ഒരു സന്തോഷ വേളയിലാണ് നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. ഈ സന്തോഷം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നൽകിയത് അല്ലാഹുവാണ്. ലിസ്സായിമി ഫർഹത്താൻ, നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളാണ്. അതിലെ ഒന്നാമത്തെ സന്തോഷം ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, നോമ്പ് കഴിഞ്ഞ് പെരുന്നാളിൻ്റെ ദിവസം വിശ്വാസികളുടെ ഹൃദയങ്ങളിലുള്ള സന്തോഷമാണ്. പ്രിയമുള്ള സഹോദരി സഹോദര, ആ സന്തോഷമാണ് നമ്മുടെ മുഖങ്ങളിലുള്ളത്. ഈദ് ആഘോഷിക്കുന്ന മുഴുവൻ രാജ്യങ്ങളിലും മുസ്ലിം സമൂഹങ്ങളുടെ ഹൃദയങ്ങളിൽ ആ ഒരു സന്തോഷം അള്ളാഹു നൽകുന്നു. രണ്ടാമത് നമ്മൾ അനുഭവിക്കാൻ പോകുന്ന സന്തോഷം വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിലെ സന്തോഷമാണ്. എനിക്കും നിങ്ങൾക്കും ആ സന്തോഷം അനുഭവിക്കാൻ കാരുണ്യവാനായ റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നിവിടെ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലെ ഏറ്റവും വലിയ സന്തോഷമെന്നുള്ളത് അള്ളാഹു ഹിദായത്ത് നൽകി എന്നതാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈമാറിയ മഹത്തായ ആദർശം, അത് നമ്മുടെ ഹൃദയങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മുടെ തക്ബീറുകൾ. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അള്ളാഹു നൽകിയ ഹിദായത്തിന്, അള്ളാഹു നൽകിയ സന്മാർഗത്തിന് ഉറച്ച സ്വരത്തിൽ തക്ബീറുകൾ മുഴക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് വിശ്വാസി സമൂഹമേ നമുക്ക് പറയാൻ കഴിയണം. പ്രിയമുള്ളവരെ, ഈദിൻ്റെ ഈ വേളയിൽ എനിക്ക് കൈമാറാനുള്ള സന്ദേശമെന്നുള്ളത് ഒന്നാമതായിക്കൊണ്ട് നമ്മൾ റമദാനിലൂടെ നേടിയ തഖ്വ അത് നിലനിർത്തുക എന്നതാണ്. എന്തിനു വേണ്ടിയായിരുന്നു പ്രിയമുള്ളവരെ റമദാനിലെ നോമ്പ്? ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടിയിട്ടാണ്, തഖ്വ നേടുന്നതിന് വേണ്ടിയായിരുന്നു പരിശുദ്ധ റമദാനിൽ നമ്മൾ നോമ്പ് നോറ്റത് എങ്കിൽ റമദാനിൽ നമ്മുടെ കണ്ണുകളെ നമ്മൾ നിയന്ത്രിച്ചിട്ടുണ്ട്, റമദാനിൽ നമ്മുടെ വികാരങ്ങളെ നമ്മൾ നിയന്ത്രിച്ചിട്ടുണ്ട്, നമ്മുടെ വിശപ്പിനെ നമ്മൾ നിയന്ത്രിച്ചിട്ടുണ്ട്, നമ്മുടെ ചിന്തകളെ നമ്മൾ നിയന്ത്രിച്ചിട്ടുണ്ട്. എങ്കിൽ ആ തഖ്വ നിലനിർത്തുന്നവരെ കാത്തിരിക്കുന്നത് അള്ളാഹുവിന്റെ സ്വർഗമാണ്. തിൽക്കൽ ജന്നത്തുല്ലതീ നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയ്യാ, തഖ്വയുള്ളവർക്കാണ് അല്ലാഹു അനന്തരമായി കൊണ്ട് അവന്റെ സ്വർഗം നൽകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹു നൽകുന്ന കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാഹു വിരോധിച്ച വിരോധങ്ങളിൽ നിന്ന് വഴിദൂരം നാം മാറി സഞ്ചരിക്കുക. അള്ളാഹുവിന്റെ കൽപ്പനകളിലെ ഏറ്റവും കനമുള്ള കൽപ്പന, ഏറ്റവും ഗൗരവമേറിയ കൽപ്പന വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പ്രിയമുള്ള മുസ്ലിമേ, അറിയുക, അല്ലാഹുവല്ലാത്ത മറ്റൊരാളോടും നീ ദുആ ചെയ്യല്ലേ എന്ന അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതാണ് ഏറ്റവും ഗൗരവമേറിയ കൽപ്പന. അതുകൊണ്ട് വിശ്വാസി സമൂഹമേ, നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ സഹായതേട്ടങ്ങൾ അല്ലാഹുവല്ലാത്ത ഒന്നിലേക്കും തിരിച്ചുവിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. നമ്മളെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം തന്നെ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ,
അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് വഴിമാറിപ്പോകുന്നില്ല എന്നുറപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, രണ്ടാമതായി ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരുപാട് ചെയ്തു എന്ന തോന്നലല്ല, സ്വീകരിക്കുമോ എന്ന പേടിയാണ് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകേണ്ടത്. ഞാൻ ഒരുപാട് പ്രവർത്തിച്ചു, ഞാൻ ഒരുപാട് ചെയ്തു, ആ ഒരു ചിന്തയല്ല, മറിച്ച് ചെയ്ത അമലുകൾ റബ്ബ് സ്വീകരിക്കുമോ? പ്രിയമുള്ളവരെ, മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മരണാസന്നമായി കിടക്കുന്ന സമയം അദ്ദേഹം കരയുകയാണ്. എത്രയോ നന്മകളിൽ മത്സരിച്ച മഹാനാണ് അബൂ ഹുറൈറ. അദ്ദേഹം എവിടെ നിൽക്കുന്നു? നമ്മൾ എവിടെ നിൽക്കുന്നു? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മരണാസന്നമായി കിടക്കുമ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നത്, അസ്സഫറു തവീൽ, ഇതാ ഒരു ദീർഘമേറിയ യാത്രയുണ്ട് എനിക്ക്. എന്റെ മരണവും കടന്ന് ബർസഹും കടന്ന് സ്വർഗനരകങ്ങളെ വേർതിരിക്കുന്ന ഒരു ദിവസത്തിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. വസ്സാദു ഖലീൽ, എന്റെ യാത്രയിൽ പാതയങ്ങൾ കുറവാണല്ലോ, അമലുകൾ കുറവാണല്ലോ. വൽ മൗതു ഖരീബ്, ഇനി ചെയ്യാൻ എനിക്കധികം സമയമില്ല. എന്റെ മരണം ഇതാ അരികിലെത്തി നിൽക്കുന്നു, മരണം തൊട്ടടുത്തെത്തി നിൽക്കുന്നു. പ്രിയമുള്ളവരെ, അമലുകൾ കുറഞ്ഞുപോയോ എന്നാലോചിച്ച് കരഞ്ഞവരാണ് നമ്മുടെ മുൻഗാമികൾ. നന്മകളിൽ മത്സരിച്ച, നന്മകളിൽ വഴിദൂരം സഞ്ചരിച്ച നമ്മുടെ മുൻഗാമികൾ അമലുകൾ കുറവാണല്ലോ എന്നാലോചിച്ച് മരണാസന്നമായി കിടക്കുന്ന സമയത്ത് പോലും പൊട്ടിക്കരയുന്നുവെങ്കിൽ ഒരുപാട് ഞാൻ ചെയ്തു, ഒരുപാട് പ്രവർത്തിച്ചു പറയല്ല മുസ്ലിമേ. വളരെ കുറച്ചു മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ആ ചെയ്ത അമലുകൾ സ്വീകരിക്കാനുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകണം. കഅബ നിർമ്മിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്കറിയാം. റബ്ബന തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. എങ്കിൽ നമുക്ക് റമദാനിന്റെ ഈ അവസാനം കഴിഞ്ഞ് പെരുന്നാളിലെത്തി നിൽക്കുന്ന ഈ സുദിനത്തിൽ ഇനി മുതൽ നമ്മുടെ നാവുകളിൽ മുഴങ്ങേണ്ട പ്രാർത്ഥനയാണ് റബ്ബന തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്നുള്ളത്. തുടർച്ചയുണ്ടാകണം പ്രിയമുള്ളവരെ. അടുത്തതായി ഓർമ്മപ്പെടുത്താനുള്ളത്, റമദാനിലെ അമലുകൾക്ക് തുടർച്ചയുണ്ടാകണം. കുൻ അബ്ദൻ റബ്ബാനിയ വലാ തകുൻ അബ്ദൻ റമദാനിയ. നമ്മളാരും റമദാനിന്റെ അടിമകളല്ല, നമ്മളാരും റമദാനിന്റെ അബ്ദുകളല്ല. നമ്മൾ അല്ലാഹുവിന്റെ അബ്ദാണ്, റഹ്മാനായ റബ്ബിന്റെ അബ്ദുകളാണ്, അടിമകളാണ്. ആ റബ്ബ് നമ്മെ ശവ്വാലിലും നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് റമദാൻ കഴിഞ്ഞാലും ഇതാ റമദാനിന്റെ രാത്രികളിൽ രാത്രി നമസ്കാരത്തിന് എഴുന്നേറ്റ് കരഞ്ഞു പ്രാർത്ഥിച്ച മനുഷ്യന്മാരില്ലേ? റമദാനിന്റെ രാവുകളിൽ നിറകണ്ണുകളോടുകൂടെ ഖുർആൻ പാരായണം ചെയ്ത ഉമ്മമാരില്ലേ, സഹോദരന്മാരില്ലേ? പ്രിയമുള്ളവരെ, റമദാനിന്റെ അലാറം നിന്നുപോകരുത്. ആ സമയത്തു തന്നെ നമ്മുടെ ജീവിതം ആരംഭിക്കാനും, രാത്രി നമസ്കാരം 3 നമുക്ക് കഴിയുക എങ്കിൽ 3 റക്അത്ത്, 5 കഴിയുക എങ്കിൽ 5 റക്അത്ത്, ആ നമസ്കാരങ്ങൾ തുടർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. വഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല അദ്വമുഹാ വഇൻ ഖല്ല, അല്ലാഹുവിന് ഇഷ്ടം കുറച്ചാണെങ്കിലും തുടർത്തുന്ന അമലുകളാണ്. അതുകൊണ്ട് റമദാനിലെ ഏതെങ്കിലും സീസണിന്റെ ആബിദുകളായി നമ്മൾ മാറരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അടുത്തതായി ഗൗരവത്തോടുകൂടെ ഈ ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്താനുള്ളത് അമാനത്തുകൾ കാത്തു സൂക്ഷിക്കണമെന്നുള്ളതാണ്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു രാത്രി വേഷം മാറി നടന്നു പോകുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കരച്ചിൽ കേൾക്കുകയാണ്. കുട്ടികൾ കരയുകയാണ്. അവരെ കരയിപ്പിക്കുന്നത് പട്ടിണിയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ആ ഉമ്മയുടെ അരികിലേക്ക് എത്തുന്നു. ഉമ്മ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചുകൊണ്ട് അതിങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു ആ പാത്രത്തിലേക്കൊന്ന് തലയിട്ട് നോക്കിയപ്പോ അതിൽ അരിയില്ല. ഉമ്മയോട് ചോദിച്ചു, ഉമ്മ എന്താണ് ഈ കാണിക്കുന്നത്? വെറും വെള്ളമാണല്ലോ, അരിയില്ലാതെ എങ്ങനെയാണ് മക്കൾക്ക് ഭക്ഷണം ഒരുക്കുക? ഉമ്മയുടെ മറുപടി, എന്റെ മക്കൾക്കു നൽകാൻ ഇവിടെ ഭക്ഷണമില്ല. ഞാനിങ്ങനെ പാത്രത്തിൽ വെള്ളം അതിങ്ങനെ ചൂടാക്കുമ്പോ മക്കൾ കരുതും ഇപ്പോൾ ഭക്ഷണമാകും, ഇപ്പോൾ ഭക്ഷണം തയ്യാറാകും. അവരിങ്ങനെ കാത്തിരിക്കും. ഒടുവിൽ വിശന്നു വലഞ്ഞ് അവർ ഉറങ്ങിപ്പോകും. അങ്ങനെ ഉറക്കുകയല്ലാതെ എന്റെ മുന്നിൽ മറ്റു വഴികളില്ല എന്ന് പറയുമ്പോ നിറഞ്ഞ കണ്ണുകളുമായി തൻ്റെ ബൈത്തുൽ മാലിലേക്ക് ചെന്നുകൊണ്ട് അവിടെ നിന്ന് ഒരു കവറിൽ, ഒരു ഭാണ്ഡത്തിൽ ഗോതമ്പ് നിറച്ച്
തന്റെ ചുമലിൽ വഹിച്ച് ആ പെണ്ണിന്റെ വീട്ടിലേക്ക് നടന്നു വരുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ 20 ഭൗതിക സാമ്രാജ്യങ്ങളുടെ അധിപനായ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന ഭരണാധികാരിയെ ചരിത്രത്തിൽ കാണാം. ഭൃത്യൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഉമറെ, ഞാൻ വഹിക്കാം, അമീറുൽ മുഅ്മിനീൻ, ആ ഭാണ്ഡങ്ങൾ ഞാൻ വഹിക്കാം. അങ്ങെന്തിനു വേണ്ടിയാണ് ഈ ഭാണ്ഡം, ഈ ധാന്യത്തിന്റെ ഭാണ്ഡങ്ങൾ അങ്ങ് വഹിക്കുന്നത്? ഭൃത്യനായി ഞാനില്ലേ എന്ന് ചോദിക്കുമ്പോ മുഖം ചുവപ്പിച്ചുകൊണ്ട് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചൊരു ചോദ്യമുണ്ട്. നീ നാളെ പരലോകത്ത് ഉമറിന്റെ ഭാണ്ഡം ചുമക്കാൻ നീ ഉണ്ടാകുമോ? അള്ളാഹുവിന്റെ മുന്നിൽ ഉമർ മറുപടി പറയേണ്ട ദിവസത്തിൽ ഇതാ ഉമറിന് പകരം ഞാൻ വഹിക്കാമെന്ന് മറുപടി പറയാൻ നിനക്ക് കഴിയുമോ എന്ന് ചോദിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അമാനത്തുകളെ കുറിച്ച്, ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അവര് പേടിച്ചു. അവരല്ലാഹുവിനെ ഓർത്ത് അമാനത്തുകൾ ഏറ്റവും അധികം സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്തു. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അമാനത്തുകളെ സൂക്ഷിക്കുക. പ്രിയമുള്ളവരെ, മുസ്ലിം നേതാക്കന്മാരെ, സംഘടനാ നേതാക്കന്മാരെ, ഈ അണികൾ നിങ്ങൾക്കുള്ള അമാനത്താണ്. രക്ഷിതാക്കളെ, മക്കൾ നിങ്ങൾക്കുള്ള അമാനത്താണ്. ഉസ്താദുമാരെ, അധ്യാപകന്മാരെ, നിങ്ങളുടെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ അമാനത്താണ്. നേതാക്കന്മാരെ, ഈ സമുദായം നിങ്ങളുടെ അമാനത്താണ്. അമാനത്തുകൾ വളരെ ഗൗരവത്തോടുകൂടെ നോക്കിക്കാണാൻ സാധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അടുത്തതായി ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ വസിക്കുന്ന നാടിനോട് നമുക്ക് കടപ്പാടുണ്ട്. ഒരു തിരഞ്ഞെടുപ്പിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. വെറുപ്പിന്റെ ശക്തികളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. വെറുപ്പ് പരത്തുകയാണ്. ഐക്യത്തിൽ കഴിയുന്ന, സൗഹാർദ്ദത്തിൽ കഴിയുന്ന ഒരു സമുദായത്തിലേക്ക്, ഒരു ജനതയിലേക്ക് വെറുപ്പ് പരത്തുകയാണ്. ഇസ്ലാമോഫോബിയ ചിലർക്ക് വോട്ട് ബാങ്കാണ്. അത് തിരിച്ചറിയാൻ ഈ സമുദായത്തിന് കഴിയേണ്ടതുണ്ട്. എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ? ഗാർഹിക ചിലവ് 2 ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നു. തൊഴിലില്ലായ്മ അതിശക്തമായി ഇവിടെ ഒരു പ്രയാസം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. കാർഷിക സമരത്തിൽ ഒരു ദിവസത്തിൽ 30-ലധികം വരുന്ന കർഷകന്മാരാണ് ഇന്ത്യ രാജ്യത്ത് മരിച്ചു വീഴുന്നത്. വിലക്കയറ്റം രൂക്ഷമായി നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ ഇത്തരം പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുമ്പോ അതിന് പിന്നിലുള്ള, അതിനെ മറികടക്കാനുള്ള മറ ഇസ്ലാമോഫോബിയയാണ് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെയാണ് കേരള സ്റ്റോറി ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുന്നത്. പ്രിയമുള്ളവരെ, അത്തരമൊരു വിഷം വമിക്കുന്ന തോന്നിവാസം ഇന്ത്യയിലെ പാവം മനുഷ്യരുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിന്റെ പിന്നിലുള്ള അജണ്ട കേരളമല്ല, തമിഴ്നാടല്ല, കർണാടകയല്ല, മറിച്ച് ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇത് പ്രദർശിപ്പിച്ചുകൊണ്ട് ഇസ്ലാമോഫോബിയ സൃഷ്ടിച്ച് ഇതാ മുസ്ലിമീങ്ങളെ പേടിക്കേണ്ടവരാണ്. കേരളം എന്നൊരു നാടുണ്ട്, അവിടെയുള്ള മുസ്ലിമീങ്ങൾ അപകടകാരികളാണ് എന്ന് ഉത്തരേന്ത്യയിലെ പാവപ്പെട്ട മനുഷ്യരെ പേടിപ്പിക്കുന്ന രൂപത്തിലേക്ക് അജണ്ടകൾ ചില ആളുകൾ ചിത്രീകരിക്കുമ്പോൾ ഈ വെറുപ്പ് നിറക്കുന്നവരെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ജയിച്ചു വരാൻ ഒന്നുമില്ലാത്തവന്റെ അവസാനത്തെ ആയുധമാണ് ഇസ്ലാമോഫോബിയ. ഈ വെറുപ്പിനെതിരെ നാം നിലപാട് സ്വീകരിക്കണം. ഈ വെറുപ്പിനെതിരെ ശക്തമായി സംസാരിക്കാൻ യുവാക്കളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. ചിലർ ചോദിക്കും, 10 കൊല്ലമായില്ലേ, ഇനി എന്തു പ്രതീക്ഷ? 10 കൊല്ലം കഴിഞ്ഞില്ലേ, ഇനി എന്തു പ്രതീക്ഷയാണുള്ളത്? ശരി, ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് വരൂ. ഉപ്പു സത്യാഗ്രഹം കഴിഞ്ഞു. തൊട്ടടുത്ത ദിവസം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ? വാഗൺ ട്രാജഡി കഴിഞ്ഞു. തൊട്ടടുത്ത ദിവസം ബ്രിട്ടീഷുകാർ ഇതാ നിങ്ങൾക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് സ്വർണത്തിന്റെ തളികയിലാക്കി ഈ സ്വാതന്ത്ര്യം നമ്മുടെ കൈകളിൽ നൽകിയോ? ഇല്ല. 100 വർഷത്തിന്റെ പോരാട്ടമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രമെങ്കിൽ 10 കൊല്ലം കഴിയുമ്പോഴേക്കും കാല് നമുക്ക് തളർന്നു പോവുകയാണോ? പ്രതീക്ഷ നഷ്ടപ്പെടുകയാണോ? ചരിത്രം, പ്രിയമുള്ളവരെ, തലയിണയുടെ അടിയിൽ വെച്ച് വിശ്രമിക്കാനുള്ളതല്ല. ചരിത്രം പഠിക്കുക, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരാളുടെ മുന്നിലും തലകുനിക്കാതെ ഉറച്ചു നിൽക്കാൻ, നിലപാടുള്ളവരായി മാറാൻ നമുക്ക് സാധിക്കണം.
അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ വായു ശ്വസിച്ച് അള്ളാഹുവിന്റെ വെള്ളം കുടിച്ച് ഈ ഭൂമിയിൽ ഒരു മഖ്ലൂക്കിനെയും പേടിക്കാതെ ഇസ്സത്തുള്ള മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, അരാഷ്ട്രീയവാദമല്ല നമുക്കുള്ളത്. ഇന്ത്യൻ മുസൽമാൻ മറന്നുപോകാൻ പാടില്ലാത്ത ഒരു നാമമുണ്ട്. മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്ന ധീരദേശാഭിമാനിയുടെ നാമം. ഇന്ത്യൻ മുസൽമാന് ആ നാമം മറക്കാൻ കഴിയുകയില്ല. 1931 ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് 80 രാജ്യങ്ങൾ ഭരിക്കുന്ന ജോർജ് ചക്രവർത്തിയുടെ മുന്നിലേക്ക് ആരെ പറഞ്ഞയക്കണമെന്ന് വട്ടമേശ സമ്മേളനത്തിലേക്ക് ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ ആര് പോകണമെന്ന് ഗാന്ധിജിയോട് ചോദിക്കുമ്പോ ഗാന്ധിയുടെ മറുപടി മൗലാന പോകട്ടെ, മൗലാന പോകട്ടെ. ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്ന ഒരു ധീരദേശാഭിമാനിയുടെ യാത്രയുണ്ട് ഇന്ത്യൻ ചരിത്രത്തിൽ. നിങ്ങൾക്കറിയുമോ, പോകുന്ന സമയത്ത് മുംബൈയിൽ വെച്ചുകൊണ്ട് ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, മൗലാന എന്താണ് നിങ്ങളുടെ മാനിഫെസ്റ്റോ, എന്താണ് നിങ്ങൾക്ക് അവരുടെ മുന്നിൽ വെക്കാനുള്ള പ്രകടന പത്രിക? മൗലാന മുഹമ്മദ് അലി ജൗഹർ തന്റെ ജുബ്ബയിൽ നിന്ന് ഖുർആൻ എടുത്തുയർത്തി കാണിച്ച് അദ്ദേഹം പറയുന്നു, ഇറ്റ്സ് മൈ മാനിഫെസ്റ്റോ, ഇതാണ് എന്റെ മാനിഫെസ്റ്റോ, ഇത് മാത്രമാണ് എന്റെ മാനിഫെസ്റ്റോ. അവിടെ സംസാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോ മിസ്റ്റർ മൗലാന നിങ്ങൾക്ക് 5 മിനിറ്റ് സമയമാണ് നൽകുന്നത് എന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ മറുപടി 32 കോടി ജനതയുടെ പ്രതിനിധിയായിക്കൊണ്ടാണ് ഞാൻ ഈ രാജ്യത്തേക്ക് വന്നിരിക്കുന്നത്. 1 കോടി ജനതക്ക് 1 മിനിറ്റ് വച്ച് 32 മിനിറ്റ് എനിക്ക് സംസാരിക്കണം. സംസാരത്തിന്റെ മധ്യത്തിൽ മൈ ബിലോവഡ് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പ്രവാചകൻ എന്ന് പറയുമ്പോ ജോർജ് അഞ്ചാമൻ പറയുന്നു, നിങ്ങൾ ആ പേര് ഇവിടെ പറയരുത്, ആ നാമം ഇവിടെ പറയരുത്, സംസാരം നിർത്തോ. അതുവരെ ഹോണറബിൾ ജോർജ് എന്ന് പറഞ്ഞ മൗലാന മുഹമ്മദ് അലി ജൗഹർ, സൗമ്യമായി സംസാരിച്ച മൗലാന തന്റെ സംസാരം നിർത്തി പ്രസംഗപീഠത്തിലടിച്ച്, മിസ്റ്റർ ജോർജ്, നിങ്ങൾ ചോദിക്കുന്നത് എന്റെ മതമാണെങ്കിൽ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഐ ആം എ മുസ്ലിം, ഞാനൊരു മുസ്ലിമാണ്. നിങ്ങൾ ചോദിക്കുന്നത് എന്റെ രാജ്യത്തെ കുറിച്ചാണെങ്കിൽ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഇതാണ് നമ്മുടെ നേതൃത്വം. പ്രിയമുള്ളവരെ, ആ നേതൃത്വം നേടിയെടുത്ത ഈ രാജ്യം ഏതെങ്കിലും വർഗീയ ശക്തികൾക്ക് തീരെഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വെറുപ്പ് പരത്തുന്നവർക്കെതിരെ നിലപാടെടുക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഫലസ്തീനിലെ ജനതയെ മറക്കാതിരിക്കുക. നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ മരണങ്ങളെ കുറിച്ച്? 5 മക്കളെ കഫൻ പുടവയിൽ പൊതിഞ്ഞ് ഒരേ സമയം ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന ഉമ്മമാർ അവിടെയുണ്ട്. ആശുപത്രിയിൽ കിടക്കുന്ന കൊച്ചു പൈതലിനോട് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നു, മോനെ നിനക്കാരാണുള്ളത്? എനിക്കുമ്മയുണ്ട്. ഉമ്മയെവിടെ? ഉമ്മ മരണപ്പെട്ടു. പിന്നെ ആരുണ്ട്? ഉപ്പയുണ്ട്. ഉപ്പ എവിടെ? ഉപ്പ മരണപ്പെട്ടു. പിന്നെ ആരാണുള്ളത്? കൊച്ചു പെങ്ങളുണ്ട്. അവളെവിടെ? അവളും മരണപ്പെട്ടു. ആകാശത്തിന് ചുവട്ടിൽ സ്വന്തമായി ആരുമില്ലാത്ത പൈതലുകൾ ഈ പെരുന്നാളിന്റെ രാവിൽ, പെരുന്നാളിന്റെ ദിവസത്തിൽ ഗസയിലുണ്ട്. പ്രിയമുള്ളവരെ, അവരെ മറന്നുകൊണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥനകളില്ലാതെ പെരുന്നാൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോകുക സാധ്യമല്ല. പല വീടുകളിലും മുതിർന്ന പുരുഷന്മാരില്ല. കുട്ടികൾ അവർക്കുള്ള ഖബർ ഒരുക്കുന്നു. ആൺകുട്ടികൾ ഖബർ കുഴിക്കുന്നു. എന്തേ? മരണപ്പെട്ടാൽ ഖബർ ഒരുക്കാൻ ഉപ്പയില്ല, മുതിർന്നവരില്ല. അങ്ങനെ തകർന്ന കൂരയിൽ പുത്തനുടുപ്പില്ലാത്ത, കളിപ്പാട്ടങ്ങളില്ലാത്ത, പുതിയ നല്ല ഭക്ഷണങ്ങളില്ലാത്ത ഒരു പെരുന്നാൾ നമ്മുടെ സഹോദരന്മാർ ആഘോഷിക്കുമ്പോൾ അവരെ മറക്കാതെ പെരുന്നാളിന്റെ ദിവസങ്ങളിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്
പ്രിയമുള്ള വിശ്വാസി സമൂഹമേ, നമുക്ക് ഈ പെരുന്നാളിനെ അർത്ഥപൂർണമാക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഓർമ്മപ്പെടുത്താനുള്ളത്, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുന്നിൽ ഈ സമുദായം ഉണ്ടാകണം. നവോത്ഥാനം അത് പറഞ്ഞ ചരിത്രങ്ങൾ പറഞ്ഞവസാനിക്കാനുള്ളതല്ല. നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക്, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാകണം. ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളെ കുറിച്ച് പഠിക്കൂ. സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ടിൽ കാണാം, ഇലക്ട്രിക് ലൈറ്റുകൾ എവിടെ അവസാനിക്കുന്നു അവിടെ മുസ്ലിം ഗ്രാമങ്ങൾ ആരംഭിക്കുന്നു. ഉത്തരേന്ത്യയിൽ അവിടെ മരം വെട്ടുകാരന്റെ പേര് മുസ്ലിം എന്നാണ്. മുസ്ലിമിനെ വിളിച്ചു കഴിഞ്ഞാൽ നിന്റെ തൊഴിലെന്ത്? ആ നാട്ടിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള തൊഴിലുകൾ ചെയ്ത് വിദ്യാഭ്യാസമില്ലാത്ത, വെളിച്ചമില്ലാത്ത കൂരകളിൽ അവിടെയുള്ള മുസ്ലിം കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഇസ്സത്തുണ്ടായി, നമുക്ക് ഒരസ്തിത്വമുണ്ടായി. എങ്ങനെയുണ്ടായി? സമുദായത്തെ സ്നേഹിച്ച ചില വലിയ മനുഷ്യരുടെ ഇറങ്ങിപ്പുറപ്പെടലുകളായിരുന്നുവെങ്കിൽ ആ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മുസ്ലിം ഉമ്മത്തിന് വിദ്യാഭ്യാസം ഉണ്ടാകണം, മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണം. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശക്തമായി മുന്നോട്ട് പോകണം. ഇഖ്റ, വായിക്കണേ എന്ന കൽപ്പനയിൽ നിന്നാണ് നമ്മുടെ തുടക്കമെങ്കിൽ വായിക്കാതെ പഠിക്കാതെ പിറകോട്ടു മാറാൻ ഈ സമുദായത്തിന് സാധിക്കുകയില്ല. വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിൽ ഏറ്റവും മുന്നിലേക്ക് പോകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ശക്തമായ ചൂട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ആ സമയത്ത് ഓർക്കേണ്ടത്, നാളെ മഹ്ശറിൽ ഓരോ മനുഷ്യരും അവരുടെ സ്വതക്കയുടെ തണലിലാണ്. എന്താണ് നമ്മൾ നൽകിയ സ്വതക്ക? അതാണ് നമ്മുടെ തണൽ. ഇവിടെ ചൂടൊന്ന് കായുമ്പോ നമ്മൾ തണൽ തേടാറില്ലേ? മരച്ചുവട്ടിലേക്ക് പോകാറില്ലേ? ആ AC ഒന്ന് ഓൺ ചെയ്യൂ എന്ന് പറയാറില്ലേ? പ്രിയമുള്ളവരെ, അറിയുക, നാളെ നമ്മുടെ തണൽ നമ്മൾ നൽകിയ സ്വതക്കയാണ്. റസൂലുള്ളാഹി പെരുന്നാളിന്റെ ദിവസം ധാരാളമായി സ്വതക്ക ചെയ്യാൻ, പ്രത്യേകം സ്ത്രീകളോട് സ്വതക്ക ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുമായിരുന്നു. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ അതിനുവേണ്ടി തയ്യാറാക്കുമായിരുന്നു. ഇവിടെ നമ്മുടെ ദഅ്വാ പ്രവർത്തനങ്ങൾക്ക്, ഇസ്ലാമിനെ അറിയിച്ചു കൊടുക്കാനുള്ള പ്രബോധന പ്രവർത്തനങ്ങൾക്ക്, അതിനുവേണ്ടിയാണ് ഈ പെരുന്നാളിന്റെ ദിവസത്തിൽ നമ്മൾ സ്വതക്ക സ്വീകരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ നമുക്ക് കഴിയുന്നത് ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ കഴിയുന്ന രൂപത്തിൽ സ്വതക്ക നൽകി. അറിയുക, നമ്മുടെ തണൽ നമ്മൾ നൽകുന്ന സ്വതക്കനുസരിച്ചാണ്. നിങ്ങൾ ഒരു 100 രൂപ നൽകുമ്പോൾ അത് വാങ്ങുന്നവന്റെ കൈകളിലേക്ക് എത്തുന്നതിന് മുമ്പ് കാരുണ്യവാനായ റബ്ബിന്റെ അരികിലേക്ക് എത്തുന്നു എന്ന തിരിച്ചറിവുണ്ടെങ്കിൽ നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് ശക്തി കൂടും, നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് മധുരമേറും. ദാനധർമ്മം ചെയ്യാൻ മടിയില്ലാത്ത ഒരു മനസ്സ് നമുക്കുണ്ടാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ വിഷയം നാം ശ്രദ്ധിക്കുക. അതോടൊപ്പം മനസ്സുകൾ ഇണങ്ങട്ടെ. ബന്ധുക്കളില്ലാത്ത, ഉറ്റവരില്ലാത്ത ഒരു പെരുന്നാൾ ഫലസ്തീനിന്റെ മണ്ണിൽ നമ്മുടെ സഹോദരന്മാർ ആഘോഷിക്കുമ്പോൾ നമുക്കുറ്റവരുണ്ട്, നമുക്കുടയവരുണ്ട്, നമുക്ക് പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ചേർത്തു പിടിക്കണേ, ബന്ധങ്ങൾ ചേർക്കണേ, അകലരുത്. ഇണക്കമാണ് മുസ്ലിമിന്റെ വിജയം, പിണക്കത്തിലല്ല. ഇണങ്ങുന്ന മനസ്സുകൾ ഉണ്ടാകട്ടെ, ഐക്യമുണ്ടാകട്ടെ. കുടുംബങ്ങളിൽ ഏറ്റവും നല്ല സന്തോഷത്തിന്റെ മഴ ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ പെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, പരിശുദ്ധ റമദാനിലെ ഞങ്ങളുടെ ദാനധർമ്മങ്ങൾ, പരിശുദ്ധ റമദാനിലെ ഞങ്ങളുടെ നമസ്കാരങ്ങൾ, പരിശുദ്ധ റമദാനിലെ ഞങ്ങളുടെ സ്വതക്കകൾ എല്ലാം ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ റഹ്മാനെ. കഴിഞ്ഞ റമദാനിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും അവർ മരണപ്പെട്ടു പോയി. പലരുടെയും മാതാപിതാക്കൾ അല്ലാഹുവേ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഒരുപാട് ആളുകൾ രോഗികളായി കഴിയുന്നുണ്ട്. അല്ലാഹുവേ, അവർക്ക് ശമനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മഴയില്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് റബ്ബേ, നിന്റെ കാരുണ്യം ഞങ്ങളിലേക്ക് ചൊരിയണമേ റഹ്മാനെ. നിന്റെ കാരുണ്യം ഞങ്ങളിലേക്ക് ചൊരിയണമേ റഹ്മാനെ. ഈ ചൂട് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല റബ്ബേ. അതിനേക്കാൾ ഭീകരമാണ്
നരകത്തിന്റെ ചൂട്, മഹ്ശറിലെ ചൂട്. ആ ചൂടിൽ നിന്റെ തണലേകി ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ മക്കളെ രക്ഷിക്കണമേ റഹ്മാനെ. നിന്റെ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മരണപ്പെട്ടു പോയ ബന്ധുക്കൾ, കുടുംബക്കാർ, ഉസ്താദുമാർ, അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഈ ഉമ്മത്തിന് ഐസത്ത് പ്രദാനം ചെയ്യണമേ. ഈ ഉമ്മത്തിന് ഐക്യം പ്രദാനം ചെയ്യണമേ. ഫിലസ്തീനിൽ പ്രയാസപ്പെടുന്ന മുസ്ലിം സഹോദരന്മാർ, അല്ലാഹുവേ അവർക്ക് വിജയം നൽകണേ. അവരുടെ നാട് അവർക്ക് തിരിച്ചു നൽകണേ. ഈ ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ തകർത്തെറിയണമേ. അല്ലാഹുമ്മ ഫിലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. റബ്ബനാ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك. ربنا لا تجعل فتنتنا في ديننا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. تقبل الله منا ومنكم. عيد مبارك. السلام عليكم ورحمة الله وبركاته.